നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് പനമുക്കുംപള്ളി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ആചാര്യഭാവത്തിലാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. തെക്കേമഠം സ്വാമിയാരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. ശാസ്താവ് ആചാര്യഭാവത്തിൽ സകല രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതിയേകി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പനമുക്കുംപള്ളി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്ക് മാറി കിഴക്കുംപാട്ടുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂരത്തിലെ പങ്കാളിയായ ശാസ്താവ് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കിഴക്കോട്ടഭിമുഖമായാണ് ദർശനം. ഈ ക്ഷേത്രത്തിന് 2000-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. കയ്യിൽ അമൃതകലശമേന്തി പത്മാസനത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന ശ്രീധർമ്മ ശാസ്താവിൻ്റെതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ രീതിയിലുള്ള ശാസ്താ പ്രതിഷ്ഠകൾ കേരളത്തിൽ വിരളമാണ്. ഔഷധദായിയായ ശാസ്താവ് ആചാര്യഭാവത്തിലാണിവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മാറാരോഗങ്ങൾക്ക് പോലും മനമുരുകി പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രനടയിൽ കുട്ടികളെ എഴുത്തിനിരുത്താനും ഇവിടെ ധാരാളം പേരെത്തുന്നു. ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ഭരണസമിതിയുടെ കീഴിലാണ്. പനമുക്കുംപള്ളി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ. തൃശ്ശൂരിൽ മഠം സ്ഥാപിക്കുന്നതിന് കോട്ടയത്ത് നിന്ന് വന്ന തെക്കേമഠം സ്വാമിയാർ ആദ്യം താമസമുറപ്പിച്ചത് കിഴക്കുംപാട്ടുകര ദേശത്തായിരുന്നു. പിന്നീട് അദ്ദേഹം പൂജിച്ചിരുന്ന ശാസ്താ വിഗ്രഹം ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. വർഷത്തിലൊരിക്കൽ സ്വാമിയാർ വന്ന് ശാസ്താവിന് ഒരു പുഷ്പാഞ്ജലി നടത്തണമെന്നാണ് ശാസ്ത്രം. ഇപ്പോഴും തെക്കേമഠത്തിലെ സ്വാമിയാർ വന്ന് പുഷ്പാഞ്ജലി അർപ്പിക്കാറുണ്ട്. ഒരു കാലത്ത് ധാരാളം സ്വത്തുവകകളുണ്ടായിരുന്ന തെക്കേമഠം സ്വരൂപം നേരിട്ടാണ് ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. തെക്കേമഠം സ്വരൂപം ക്ഷയിച്ചതോടെ തൃശ്ശൂർ പൂരത്തിൽ കുറച്ചുകാലം പനമുക്കുംപള്ളി ശാസ്താവ് പങ്കെടുത്തിരുന്നില്ല. അടുത്ത കാലത്താണ് ശാസ്താവ് വീണ്ടും പൂരപ്പങ്കാളിയായത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരങ്ങളിലൊന്നായ പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രം ഘടകപൂരങ്ങളിൽ 10 പൂരങ്ങളുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരങ്ങളിൽ ഒരു പ്രശസ്തമായ പൂരമാണ്. തെക്കേമഠം കീഴിലുള്ള ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത് തെക്കേമഠത്തിൻ്റെ സ്വാമിയാരായിരുന്ന അദ്ദേഹം കോട്ടയത്ത് നിന്നും കിഴക്കുംപാട്ടുകരയിൽ വന്ന് വസിച്ചപ്പോൾ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. വളരെയധികം പഴക്കമുള്ള ഈ വിഗ്രഹം അമൃതകലശഹസ്തവുമായി ധ്യാനനിരതനായി പത്മാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റേതാണ്, ശാസ്താവിൻ്റേതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടി കയറ്റം നടത്തുകയും പ്രധാന ചടങ്ങുകളായ ശ്രീഭൂതബലി, നവകം, പ്രസാദശുദ്ധി തുടങ്ങിയ എല്ലാ ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ഇവിടെ ആരംഭിക്കും. രാവിലെ 6:30 പഞ്ചവാദ്യത്തോടും നാദസ്വരത്തോടും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ പൂരം 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി SNA ജംഗ്ഷനിൽ വന്നു ചേരുകയും അവിടെ നിന്ന് കിഴക്കേക്കോട്ട വഴി ആശുപത്രി ജംഗ്ഷനിലെത്തി വലത്തോട്ട് തിരിഞ്ഞ് പാറമേക്കാവിൻ്റെ തിരുനടയിലെത്തി വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുകയാണ് പതിവ്. രാത്രി ഇതേ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന പൂരം ബിഷപ്പ് പാലസ് ജംഗ്ഷൻ വഴി കിഴക്കേക്കോട്ടയിലെത്തി അതുപോലെ തന്നെ രാവിലത്തെ പോലെ വടക്കുന്നാഥിൽ പഞ്ചവാദ്യത്തോടും നാദസ്വരത്തോടും കൂടി എത്തിച്ചേരുന്നു. ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവങ്ങൾ പ്രതിഷ്ഠാദിനം, ശിവരാത്രി, നവരാത്രി മഹോത്സവം, ഭാഗവത സപ്താഹം തുടങ്ങിയവയാണ്. ഇതിനെല്ലാവരും നാട്ടുകാരുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ബാലജ വൃദ്ധം ജനങ്ങൾ ആഘോഷിക്കുന്ന ഈ പൂരത്തിന് കണ്ണിനും കാതിനും കുളിർമയേകുന്ന ഈ പൂരം എല്ലാം കൊണ്ടും ലോകപ്രശസ്തമാകുകയും ഇത്തവണ വളരെ ഭംഗിയായും ആഡംബരത്തോടു കൂടിയും നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തെക്കേമഠം സ്വരൂപം ക്ഷയിച്ചതോടെ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്താൻ കഴിയാതെ വന്നു. ക്ഷേത്രം ജീർണോദ്ധാരണം നടത്താതെ അനാഥാവസ്ഥയിൽ ഏറെ നാൾ കിടന്നു. അക്കാലത്താണ് ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിനെ തുടർന്ന് തെക്കേമഠം സ്വരൂപം ഭക്തജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതിക്ക് ക്ഷേത്രം വിട്ടുകൊടുത്തു. ഈ ക്ഷേത്രത്തിൽ ശാസ്താവിനെ കൂടാതെ ഉപദേവതകളായി ശിവൻ, ഗണപതി, ദുർഗാഭഗവതി എന്നീ പ്രതിഷ്ഠകളാണുള്ളത്. ചുറ്റമ്പലത്തിനകത്ത് കിഴക്കോട്ടഭിമുഖമായി ഗണപതിയും ചുറ്റമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി ദുർഗാഭഗവതിയും വടക്ക് കിഴക്കായി പടിഞ്ഞാറോട്ട് അഭിമുഖമായി ശിവനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ നടപ്പുര ഏറെ മനോഹരമാണ്. ഈ നടപ്പുരയുടെ തൂണുകളിൽ അഷ്ടലക്ഷ്മികളെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറകുവശത്തായി മനോഹരമായ ക്ഷേത്രക്കുളവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തൃശ്ശൂർ തെക്കേമഠത്തിന്റെ കീഴടമാണ് പനമുക്കുംപള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിൽ വർഷങ്ങളായി പങ്കെടുത്തു വരുന്ന ഒരു ഘടകക്ഷേത്രമാണ് ഇത്. അതിപുരാതനമായ ക്ഷേത്രമാണ് പനമുക്കുംപള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പഴക്കം നിർണ്ണയിക്കാൻ പറ്റാത്തതും ആചാര്യത്വ ഭാവത്തിൽ കുടികൊള്ളുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത്. കയ്യിൽ അമൃത കലശവും ഏന്തിയാണ് ശാസ്താവിന്റെ ഭാവം. ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും ശാസ്താവിനെ അറിഞ്ഞു ഭജിക്കുന്നത് മാറാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ സഹായകമാണെന്നും വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ ശാസ്താവിന്റെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ശ്രീ മഹാദേവൻ, ശ്രീ മഹാഗണപതി, ദുർഗാ ഭഗവതി എന്നീ ഉപപ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരം ആഘോഷത്തിന് പുറമെ വർഷം തോറും മകരമാസത്തിൽ മകീരനാളിൽ പ്രതിഷ്ഠാദിനം, ശിവരാത്രി, നവരാത്രി, പിന്നെ വൃശ്ചികമാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ലക്ഷാർച്ചനയും ദേശവിളക്കും ആഘോഷിക്കാറുണ്ട്. ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റം ബുധനാഴ്ചയാണ്. വൈകിട്ട് 6:30-നും 7:30-നും ഇടയിലാണ് കൊടിയേറ്റം. താന്ത്രിക പൂജകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം നാട്ടുകാരാണ് കൊടി ഉയർത്തുന്നത്. തൃശ്ശൂർ പൂര ദിവസം രാവിലെ 6:30-നാണ് ക്ഷേത്രത്തിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്. നാദസ്വരം, പഞ്ചവാദ്യം എന്നിവ പൂരത്തിന് അകമ്പടിയായിട്ടുണ്ടാകും. വൈകിട്ട് 7:30-നാണ് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. രാത്രിയിലും പഞ്ചവാദ്യം, നാദസ്വരം എന്നിവ ഉണ്ടായിരിക്കും. കാലത്ത് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വരെ ഈ വർഷവും ഒരു പാണ്ടിമേളം അരങ്ങേറുന്നുണ്ട്. കാലത്ത് 6:30-ന് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് കിഴക്കുംപാട്ടുകര ദേശത്തുകൂടി കിഴക്കുംപാട്ടുകര ജംഗ്ഷനിലെത്തി അവിടെ നിന്നും ലൂർദ് പള്ളിക്ക് മുന്നിലൂടെ കിഴക്കേക്കോട്ട വഴി ജനറൽ ആശുപത്രി ജംഗ്ഷൻ, പാറമേക്കാവ് ക്ഷേത്രം മുമ്പിലെത്തി പഞ്ചവാദ്യം അവസാനിക്കുന്നു. ഈ വരുന്ന വഴിക്ക് എല്ലാ വർഷവും തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പൂരത്തിന് ഒരു സ്വീകരണവും നൽകി വരുന്നുണ്ട്. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ പഞ്ചവാദ്യം അവസാനിച്ച ശേഷം പാണ്ടിമേളം ആരംഭിക്കും. വടക്കുംനാഥന്റെ കിഴക്കേ ഗോപുരം വരെ പാണ്ടിമേളം കഴിഞ്ഞതിന് ശേഷം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളിപ്പ് കടന്ന് എലഞ്ഞിത്തറയ്ക്ക് അടുത്ത് പടിഞ്ഞാറേ നടയിൽ പൂരം അവസാനിച്ച് തെക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് പതിവ്. വൈകിട്ട് 7:30-ന് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ച് സൂര്യഗ്രാമം, കിഴക്കേക്കോട്ട ജനറൽ ആശുപത്രി ജംഗ്ഷൻ അതുവഴി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിലെത്തി അവിടെ നിന്നും കിഴക്കേ ഗോപുരം വഴി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടന്ന് ഇലഞ്ഞിത്തറയുടെ അടുത്ത് പടിഞ്ഞാറേ നടയിൽ പൂരം അവസാനിപ്പിച്ച് കിഴക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയുമാണ് പതിവ്. ഈ വർഷത്തെ പാണ്ടിമേളത്തിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ 2 പെൺകുട്ടികൾ കൊമ്പ് വാദനം നടത്തുന്നതാണ്. അത് ഇപ്രാവശ്യത്തെ പാണ്ടിമേളത്തിന്റെ ഒരു പ്രത്യേകതയായി കാണാം. തൃശ്ശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസമാണ് ആറാട്ടും കൊടിയിറക്കവും നടക്കുക. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം താന്ത്രിക പൂജകൾക്ക് ശേഷം ആറാട്ടും അതിനുശേഷം കൊടിയിറക്കലും നടത്തുന്നു. കൊടിയിറക്കലിന് ശേഷം പൂരക്കഞ്ഞി വിതരണവും ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. പൂരത്തിന് 7 നാൾ മുമ്പ് ക്ഷേത്രത്തിൽ കൊടിയേറും. സന്ധ്യയ്ക്ക് 6:30-നും 7:30-നും ഇടയിലാണ് കൊടിയേറ്റം.
കൊടിയേറിക്കഴിഞ്ഞാൽ പറയെടുപ്പും ക്ഷേത്രത്തിന് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും പതിവില്ല. അതിനാൽ മറ്റ് പൂരം പങ്കാളി ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള എഴുന്നള്ളിപ്പ് ആന ഈ ക്ഷേത്രത്തിലുണ്ടാകില്ല. കൂടാതെ ക്ഷേത്രത്തിന് സ്വന്തമായി തീർത്ഥക്കുളമുണ്ടെങ്കിലും കൊടിയേറിക്കഴിഞ്ഞുള്ള 7 ദിവസം ആറാട്ടും പതിവില്ല. പകരം പൂരപ്പിറ്റേന്ന് കൊടിയിറക്കത്തിന് മുമ്പാണ് ഭഗവാന്റെ ആറാട്ട്. കൊടിയേറിക്കഴിഞ്ഞാൽ ദിവസവും ശ്രീഭൂതബലി, മേളം, കൊടിക്കൽപ്പറ എന്നീ ചടങ്ങുകൾ നടക്കും. തൃശ്ശൂർ ടൗണിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിഴക്കുംപടര എന്ന ദേശത്ത് അതിപുരാതനമായ ക്ഷേത്രമാണ് പനമുക്കുംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടെ തൃശ്ശൂർ പൂരത്തിന് 2 ശാസ്താക്കന്മാരാണ് എഴുന്നള്ളി വരുന്നത്. അതിൽ ഒരു ശാസ്താവ് കണിമംഗലവും 2ാം ശാസ്താവ് നമ്മുടെ പനമുക്കുംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമാണ്. രാവിലെ 6:30 പഞ്ചവാദ്യം, നാദസ്വരം, ഇത് അകമ്പടിയോടുകൂടി നമ്മൾ കിഴക്കുംപടര പാലക്കാട് NH റോട്ടിൽ കൂടെ കിഴക്കുംപടര സെൻറ്ററിൽ ചെന്ന് അവിടുത്തെ പറയെടുപ്പ് എല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ ലൂർദ് പള്ളി അവിടുത്തെ സ്വീകരണം കൂടി ശാസ്താവിന് നൽകി നമ്മൾ ജനറൽ ആസ്പത്രിയുടെ മുന്നിൽ കൂടെ പാറമേക്കാവിൻ്റെ അവിടെ പഞ്ചവാദ്യം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം പാണ്ഡിമേളത്തോടു കൂടി കിഴക്കേ ഗോപുരം കടന്ന് ശ്രീമൂലസ്ഥാനത്തിന് പുറത്തേക്ക് കിടക്കാതെ അകത്ത് മാത്രം വടക്കുന്നായന് അഭിമുഖമായി നിന്ന് നമ്മൾ മേളം കാലത്തും മേളം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം വൈകിട്ടും ഇതേപോലെ തന്നെ പോകുന്ന റൂട്ട് മാത്രം മാറ്റുന്നുണ്ട്. സൂര്യഗ്രാമം വഴിക്ക് കിഴക്കേക്കോട്ട വഴിക്ക് കയറി ഇതേപോലെ തന്നെ ജനറൽ ആസ്പത്രി, പാറമേക്കാവ്, കിഴക്കേ ഗോപുരം കടന്ന് 10 മണിയോടുകൂടി പൂരം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം വൈകിട്ട് കൊടിയിറക്കൽ ആണ്. അത് 6:30 താന്ത്രിക പൂജകളെല്ലാം കഴിച്ച് ആറാട്ടോടുകൂടി 7-8 മണിയോടുകൂടി നമ്മുടെ കൊടിയിറക്കൽ ചടങ്ങ് നടക്കും. അതിനുശേഷം ആറാട്ടുകഞ്ഞി വിതരണവും എല്ലാം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു ഈ വർഷവും. ഈ ക്ഷേത്രത്തിലെ മകരമാസത്തിലെ മകീരം നാളിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനം നടക്കുന്നത്. അന്ന് ഇവിടെ നല്ല രീതിയിൽ പ്രസാദകൂട്ടും, മേളം, ഒരാനപ്പുറത്ത് ഉള്ള എഴുന്നള്ളിപ്പ്, മേളം എല്ലാം അകത്ത് തന്നെ, പുറത്തേക്കില്ല. എല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നു. വൃശ്ചികമാസത്തിൽ ഇവിടെ 30 ശനിയാഴ്ച ലക്ഷാർച്ചനയും ദേശവിളക്ക് തൈക്കാട്ട് മൂസിൻ്റെ അവിടെ നിന്ന് എഴുന്നള്ളിപ്പ് വരും. SNA ഔഷധശാല അവിടെ നിന്ന് എഴുന്നള്ളിപ്പ് വന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. അതേപോലെ തന്നെ നവരാത്രി കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്, പിന്നെ ഇവിടുത്തെ ഭഗവാന്റെ മെയിൻ ഇതാണെന്ന് വെച്ചാൽ അമൃതകലശം കയ്യിലേന്തിയിരിക്കുന്ന പ്രതിഷ്ഠയാണ്. അത് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് വേറെ എവിടെയും ഇല്ല. ആ പ്രതിഷ്ഠ ഇവിടെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഉപവസിക്കുന്ന എല്ലാ ദേവീദേവന്മാരും. മഹാദേവനുണ്ട്, ദുർഗാ ഭഗവതിയുണ്ട്, ഗണപതിയുണ്ട്. പൂരദിവസം രാവിലെ ശ്രീഭൂതബലിക്ക് ശേഷം 6:30 3 ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. നാദസ്വരത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെയാണ് ഭഗവാൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് പൂരപങ്കാളിയാകാൻ പുറപ്പെടുക. പകലും രാത്രിയിലും 3 ആനകളോടെ ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ്. പൂരപ്പറമ്പിലെത്തിയാൽ ആനകൾ വർദ്ധിക്കില്ല. പകൽ എഴുന്നള്ളത്ത് കിഴക്കമ്പാട്ടുകര ജംഗ്ഷനിൽ എത്തി അവിടെ നിന്നും കിഴക്കോട്ടെത്തും. തുടർന്ന് ആ എഴുന്നള്ളിപ്പ് ജില്ലാ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വഴി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തും. പാറമേക്കാവിന് മുന്നിൽ കുറച്ചുനേരം പഞ്ചവാദ്യം കൊട്ടിയതിനു ശേഷം കിഴക്കേ ഗോപുരം വഴി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടിക്കലാശിച്ച ശേഷം വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴിയാണ് പനമുക്കുംപള്ളി ശാസ്താവ് പുറത്തു കിടക്കുക. തുടർന്ന് ശാസ്താവ് ഒരാനപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. ശ്രീമൂലസ്ഥാനത്ത് പ്രവേശിക്കാത്ത പൂരമാണ് പനമുക്കുംപള്ളി ശാസ്താവിൻ്റേത്. രാത്രി എഴുന്നള്ളിപ്പ് വരുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. സൂര്യഗ്രാമം വഴിയാണ് ഭഗവാന്റെ രാത്രി എഴുന്നള്ളത്ത്. രാത്രി 7:30 ക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യം, നാദസ്വരം എന്നിവയോടുകൂടി സൂര്യഗ്രാമം വഴി
കിഴക്കുംപാട്ടുകര ജംഗ്ഷനിലൂടെ കിഴക്കേക്കോട്ടയിൽ പ്രവേശിച്ച് ജില്ലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിലൂടെ പാറമേക്കാവിന് മുന്നിലെത്തും. പകൽപൂരത്തിലെ പോലെ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. രാവിലെയും രാത്രിയിലും പോകുന്ന വഴികളിലെല്ലാം നിറപറകൾ വെച്ചും നിലവിളക്കുകൾ കത്തിച്ചുവെച്ചും ഭക്തർ ഭഗവാനെ വണങ്ങാറുണ്ട്. പൂരപ്പിറ്റേന്ന് ഉത്തരവിളക്കിന് ശേഷം കൊടിയിറങ്ങുന്നതോടെയാണ് ഉത്സവ ചടങ്ങുകൾ സമാപിക്കുക. മറ്റ് ഘടകക്ഷേത്രങ്ങളിലെ പോലെ കൊടിക്കൽ പൂരം ഇവിടെ പതിവില്ല. എന്നാൽ കൊടിയിറങ്ങുന്നതിന് മുമ്പ് സന്ധ്യയ്ക്ക് ആറാട്ട് നടക്കും. തുടർന്ന് നാട്ടുകാർ ചേർന്ന് കൊടിയിറക്കും. വൃശ്ചിക മാസത്തിലെ 30 ശനിയാഴ്ചയിലെ ദേശപ്പാട്ട്, മകരമാസത്തിലെ മകീരം നാളിലെ പ്രതിഷ്ഠാദിനം, നവരാത്രി, ലക്ഷാർച്ചന, അയ്യപ്പൻ വിളക്ക്, ശിവരാത്രി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. ശിവരാത്രിക്ക് ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളും. തുടർന്ന് മറ്റ് ദേവീദേവന്മാരുമൊത്ത് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. പുലിയന്നൂർ മനക്കാർക്കാണ് ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം. കയ്യിൽ അമൃതകലശമേന്തി പത്മാസനത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന ആചാര്യഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിക്ക് ഇവിടെ സമാപനമാകുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും.